Okay, അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ജസ്റ്റ് സ്മോൾ സിഗ്നൽ അനാലിസിസ് ഓഫ് ആംപ്ലിഫയേഴ്സ് അല്ലെങ്കിൽ സ്മോൾ സിഗ്നൽ അനാലിസിസ് ഓഫ് BJT ആംപ്ലിഫയർ. Okay, the response of an amplifier depends on frequency consideration. For study of small signal operation, the transistor is replaced by its equivalent circuit. Small signal response of transistor is analyzed using H parameter അല്ലെങ്കിൽ ഹൈബ്രിഡ് മോഡൽ. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാമെന്ന് വെച്ചാൽ ട്രാൻസിസ്റ്ററിൻ്റെ നമുക്ക് സ്മോൾ സിഗ്നൽ അനാലിസിസും ഉണ്ട്, ഹൈ സിഗ്നൽ അല്ലെങ്കിൽ ലാർജ് സിഗ്നൽ അനാലിസിസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസ് നമുക്ക് പഠിക്കാനുള്ളത് സ്മോൾ സിഗ്നൽ അനാലിസിസ് ആണ്. സ്മോൾ സിഗ്നൽ അനാലിസിസ് ഓഫ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻപുട്ടിൽ കൊടുക്കുന്ന സൈനസോയിഡൽ സിഗ്നലിൻ്റെ ഇതനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ച് നമുക്ക് സ്മോൾ ഒന്ന് ലാർജ് എന്ന് രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പോൾ സ്മോൾ സിഗ്നൽ അനാലിസിസ് പഠിക്കാൻ ഐദർ നമുക്ക് ഗ്രാഫിക്കലി പഠിക്കാൻ പറ്റും, അതല്ലെങ്കിൽ നമുക്ക് ട്രാൻസിസ്റ്ററിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരച്ചിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പ വഴി എന്ന് പറയുന്നതാണ് H പാരാമീറ്റർ മോഡൽ അല്ലെങ്കിൽ ഹൈബ്രിഡ് പാരാമീറ്റർ മോഡൽ ഓഫ് ട്രാൻസിസ്റ്റർ വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ ഹൈബ്രിഡ് പാരാമീറ്റർ അല്ലെങ്കിൽ H പാരാമീറ്റർ മോഡലും? The equivalent circuit of a transistor can be drawn using simple approximation by retaining its essential features. These equivalent circuit will aid in analyzing the transistor circuit easily and rapidly. അല്ലേ, അപ്പം എന്താണ് ഇക്വലൻറ്റ് സർക്യൂട്ട് പാരാമീറ്റർ ഓഫ് അല്ലെങ്കിൽ ഇക്വലൻറ്റ് സർക്യൂട്ട് ഹൈബ്രിഡ് പാരാമീറ്റർ മോഡൽ ഓഫ് എ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസിസ്റ്ററിൻ്റെ നമുക്കറിയാം അതിൻ്റെ കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്, ഇമ്പിഡൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ഒരു സർക്യൂട്ട് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വലൻറ്റ് സർക്യൂട്ട് മോഡൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സിനെ നമുക്ക് റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് ഒക്കെ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസിസ്റ്ററിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസിസ്റ്ററിന് നമുക്ക് ഒരു 2 പോർട്ട് നെറ്റ്വർക്കായിട്ട് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു 2 പോർട്ട് നെറ്റ്വർക്കായിട്ട് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ 2 പോർട്ട് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, 2 പോർട്ട് അല്ലെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും. അപ്പം ഇൻപുട്ടിന് 2 ടെർമിനൽ, ഔട്ട്പുട്ട് 2 ടെർമിനൽ വരുന്ന, അല്ലെങ്കിൽ നമുക്ക് 4 ടെർമിനൽസ് വരുന്ന, അല്ലെങ്കിൽ ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും വരുന്ന 2 പോർട്ട് നെറ്റ്വർക്കായിട്ട് നമുക്കൊരു ട്രാൻസിസ്റ്ററിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിലോട്ട് ആ 2 പോർട്ട് നെറ്റ്വർക്കുമായിട്ട് ട്രാൻസിസ്റ്ററിൻ്റെ പാരാമീറ്റേഴ്സ്, അതായത് റെസിസ്റ്റൻസ്, ഇമ്പിഡൻസ്, കപ്പാസിറ്റൻസ് ഒക്കെ നമുക്കതിൽ നോട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ 2 പോർട്ട് നെറ്റ്വർക്ക്? 2 port network is a box representing a 2 port network is as shown in figure അല്ലേ. അപ്പോൾ ഒരു ട്രാൻസിസ്റ്ററിനെ നമുക്കൊരു 2 port നെറ്റ്വർക്ക് ആയിട്ട് പറയാം. 2 port നെറ്റ്വർക്ക് വെച്ചാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ടെന്ന് പറഞ്ഞു. ഇൻപുട്ടിൽ നമുക്ക് 2 ടെർമിനൽസ്, ഔട്ട്പുട്ട് 2 ടെർമിനൽസ് വരുന്ന 2 port നെറ്റ്വർക്കായിട്ട് പറഞ്ഞു. അപ്പോൾ 2 port നെറ്റ്വർക്കാണ് നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ടെന്ന്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട്, ഇൻപുട്ട് കറണ്ട് ഉണ്ട്, ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ട്, ഔട്ട്പുട്ട് കറണ്ട് അല്ലേ. ദ ബിഹേവിയർ ഓഫ് എ 2 port നെറ്റ്വർക്ക് ക്യാൻ ബി സ്പെസിഫൈഡ് ബൈ 2 voltages and 2 current, namely എന്താണ് V1 I1 and V2 I2. V1 എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജും I1 ഇൻപുട്ട് കറണ്ടും, V2 അതേപോലെ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജും I2 ഔട്ട്പുട്ട് കറണ്ടും ആണ് പറഞ്ഞത് അല്ലേ. The polarities of V1, V2, I1 and I2 is as shown in figure. ഓക്കെ, നമ്മൾ പൊളാരിറ്റി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതേപോലെ പോസിറ്റീവും നെഗറ്റീവും I1 അകത്തോട്ടും I2 അകത്തോട്ടും V1 ഉം V2 എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ 2 പോർട്ട് നെറ്റ്വർക്കിൻ്റെ അനാലിസിസിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്തെ 2 വേരിയബിൾസിനെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആക്കി വെച്ചാൽ മാത്രമേ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. ഔട്ട് ഓഫ് ദ 4 വേരിയബിൾസ്, ദറ്റ് ഈസ് ഏത് ഈ 4 വേരിയബിൾസ് V1, I1, V2, I2 എന്ന് പറഞ്ഞ 4 വേരിയബിൾസ് ആണ്. അതിൽ നമുക്ക് 2 എണ്ണത്തിന് നമ്മൾ എന്ത് ചെയ്യും, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയിട്ട് എടുത്തിട്ട് മറ്റേ 2 വേരിയബിളായിട്ട് അല്ലേ. അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻസ് എഴുതാൻ പറ്റും അല്ലേ. ഔട്ട് ഓഫ് ദി 4 വേരിയബിൾസ് എനി 2 ക്യാൻ ബി ടേക്കൺ ആസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് and this leads to various 2 port parameters. അതിൻ്റെ ബേസിൽ നമുക്കൊരു സർക്യൂട്ടിന് 2 port parameters എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 port parameters എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണെന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ആ പാരാമീറ്റേഴ്സ് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ 2 port നെറ്റ്വർക്കിൻ്റെ ഇക്വേഷൻ എഴുതണം അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈ പാരാമീറ്റേഴ്സ്, ദാറ്റ് ഈസ് H പാരാമീറ്റർ മോഡലാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. H പാരാമീറ്റർ മോഡൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു ട്രാൻസിസ്റ്ററെ നമ്മളൊരു 2 port നെറ്റ്വർക്കായിട്ട് അസ്യൂം ചെയ്യുമെന്ന് പറഞ്ഞു. 2 പോർട്ട് നെറ്റ്വർക്കിന് നമുക്ക് ഇൻപുട്ടിൽ വരുന്ന വോൾട്ടേജ് V1 എന്നും ഇൻപുട്ട് കറണ്ട് I1 എന്നും എടുത്തു, ഔട്ട്പുട്ട് വോൾട്ടേജ് V2 എന്നും ഔട്ട്പുട്ട് കറണ്ട് I2 എന്നും എടുത്തു എന്ന് പറഞ്ഞു. ഈ ഔട്ട്പുട്ട് കറണ്ടും ഔട്ട്പുട്ട് വോൾട്ടേജും ഇൻപുട്ട് വോൾട്ടേജ് ഇൻപുട്ട് കറണ്ടകത്ത് നമ്മൾ 2 വേരിയബിൾസിന് നമ്മൾ എന്ത് ചെയ്യും, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയിട്ട് മാറ്റിയിട്ട് ബാക്കി 2 വേരിയബിൾസ് വെച്ച് നമുക്ക് ഇക്വേഷൻ എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇക്വേഷൻ എഴുതുമ്പോൾ കിട്ടുന്ന കുറച്ച് ടേംസ് അല്ലെങ്കിൽ ആ വേരിയബിൾസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് ടേംസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം ഹൈബ്രിഡ് പാരാമീറ്റർ? നമ്മൾ 2 പോർട്ട് നെറ്റ്വർക്ക് വരച്ചു. 2 പോർട്ട് നെറ്റ്വർക്ക് വരച്ചതിന് ശേഷം നമ്മൾ എന്ത് പറയും, ഇൻ ഓർഡർ ടു ഫൈൻഡ് ദി ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് the input current I1 and output voltage V2 as taken as independent variable. V2 ഉം I1 ഉം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് എടുത്ത് നമ്മൾ ഇക്വേഷൻ എഴുതാം.
അല്ലേ? അങ്ങനെ എഴുതുവാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ, ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ V1 എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? V1 ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ഇൻപുട്ട് വോൾട്ടേജ് V1 ഈസ് ഈക്വൽ ടു, രണ്ട് വേരിയബിൾസ് നമ്മൾ ഏതൊക്കെ എടുത്തേ? I1 ഉം V2, ദാറ്റ് ഈസ് H11 I1 പ്ലസ് H12 V2. അതേപോലെ തന്നെ ഔട്ട്പുട്ട് കറണ്ട് I2 എങ്ങനെ എടുത്തത്? I2 ഈസ് ഈക്വൽ ടു H21 I1 പ്ലസ് H22 V2. That is V1 is equal to H11 I1 plus H12 V2 and I2 is equal to H21 I1 plus H22 V2. ഇതാണ് നമ്മുടെ H പാരാമീറ്റർ മോഡൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ 2 പോർട്ട് നെറ്റ്വർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ H11, H12, H21, H22 എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ H പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ H11, H22, H21, H22 എന്നൊക്കെ പറയുന്നതിൻ്റെ ഓരോ പേരുകളുണ്ട്. എന്താണത്? H11 എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? H11 ഏത് ഇക്വേഷനിലാണ് വരുന്നത്? ഫസ്റ്റ് ഇക്വേഷൻ, ദറ്റ് ഈസ് V1 ഈസ് ഈക്വൽ ടു H11 I1 പ്ലസ് H12 V2 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് V2 അല്ലെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് സൈഡിനെ ഷോർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊന്ന് V2 0 ആയിട്ട് മാറും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് H11 ഈസ് ഈക്വൽ ടു എന്തുകൊണ്ട്? H11 ഈസ് ഈക്വൽ ടു V1 ബൈ I1 അറ്റ് V2 ഈസ് ഈക്വൽ ടു 0. V1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻപുട്ട് വോൾട്ടേജ്, I1 ഇൻപുട്ട് കറണ്ട്. അപ്പോൾ വോൾട്ടേജ് ബൈ കറണ്ട് എന്തുവാണ്? നമുക്ക് AC സർക്യൂട്ട് ആണെങ്കിൽ V ബൈ I എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പിഡൻസ് എന്ന് പറയും അല്ലേ? ദാറ്റ് ഈസ് H11 ഈസ് ഈക്വൽ ടു V1 ബൈ I1 വിത്ത് V2 ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് നോൺ ആസ് എന്താ? ഇൻപുട്ടിലെ വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ടിലെ കറണ്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഇൻപുട്ട് ഇമ്പിഡൻസ് കിട്ടും. അപ്പോൾ H11ൻ്റെ പേരെന്താണ്? ഇൻപുട്ട് ഇമ്പിഡൻസ് വിത്ത് ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ടഡ്, അല്ലെങ്കിൽ ഇൻപുട്ട് ഇമ്പിഡൻസ് വിത്ത് V2 ഈസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് അതേപോലെ ഇനി അടുത്ത എന്താണ്? H21 ഏത് ഇക്വേഷനിലാണ് വരുന്നത്? H21 ഈസ് ഈക്വൽ ടു, നമുക്ക് ഇക്വേഷൻ നോക്കിയേ, I2 ഈസ് ഈക്വൽ ടു H21 I1 പ്ലസ് H22 V2. ഇവിടെ നമ്മൾ ഔട്ട്പുട്ടിനെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ V2 എന്തുമായിട്ടും 0 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ H21 ഈസ് ഈക്വൽ ടു എന്താണ്? I2 ബൈ I1, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട്. അപ്പോൾ കറണ്ടിൻ്റെ റേഷ്യോ ആണ് അല്ലേ? ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് കറണ്ട്. അപ്പോൾ H21 എന്താണ്? H21 ഈസ് ദി ഫോർവേഡ് ട്രാൻസ്ഫർ current gain with output short circuit, that is H21 is equal to I2 by I1 when V2 is equal to 0. that is current gain ആണ്, forward 2 to 1 ആണ്. അപ്പോൾ ഫോർവേഡ് ട്രാൻസ്ഫർ എന്ന് ആലോചിക്കുക, ഫോർവേഡ് ട്രാൻസ്ഫർ കറണ്ട് ഗെയിൻ വിത്ത് ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ട്. ഇനി നമുക്ക് എന്താ? H12 ഏത് ഇക്വേഷനിലാണ് വരുന്നത്? ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എങ്ങനെയാണ്? V1 is equal to H11 I1 പ്ലസ് H12 V2. അപ്പോൾ H12 കിട്ടണമെങ്കിൽ നമുക്ക് ഏത് പാരാമീറ്റർ അറിയണം? I1 ഇവിടുന്ന് മാറ്റണം അല്ലേ? ദാറ്റ് ഈസ് എങ്ങനെയാണ്? H12 ഈസ് ഈക്വൽ ടു I1 നമ്മൾ 0 ആയിട്ട് കൊടുത്തു, ഇൻപുട്ട് കറണ്ട് 0 ആണെങ്കിൽ H12 ഈസ് ഈക്വൽ ടു എന്തുവാണ്? V1 ബൈ V2, ദാറ്റ് ഈസ് ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് ഔട്ട്പുട്ട്. മറ്റേ നമ്മൾ H21 എന്തുവായിരുന്നു? ഔട്ട്പുട്ട് ബൈ ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട് നമ്മൾ എന്താ വിളിച്ചു? ഫോർവേഡ് ട്രാൻസ്ഫർ കറണ്ട് ഗെയിൻ എന്ന് വിളിച്ചു. അപ്പോൾ ഇവിടെ എന്താണ്? ഇൻപുട്ട് ബൈ ഔട്ട്പുട്ട് ആണ്, നമ്മൾ അതിനെന്ത് വിളിക്കും? റിവേഴ്സ് ട്രാൻസ്ഫർ എന്ന് വിളിക്കും അല്ലേ? ദാറ്റ് ഈസ് H21 ഈസ് ഈക്വൽ ടു റിവേഴ്സ് ട്രാൻസ്ഫർ V1 ബൈ V2. അപ്പോൾ എന്താണ്? വോൾട്ടേജ് ആണ്. ദാറ്റ് ഈസ് H12 ഈസ് ഈക്വൽ ടു V1 ബൈ V2 വെൻ I1 ഈസ് ഈക്വൽ, ദാറ്റ് ഈസ് റിവേഴ്സ് ട്രാൻസ്ഫർ വോൾട്ടേജ് റേഷ്യോ എന്ന് പറയും അല്ലേ? ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ് H12. നെക്സ്റ്റ് അപ്പോൾ എന്തോ? ഇനി അടുത്തുള്ള H22 എന്തുവാണ്? H22 ഈസ് ഈക്വൽ ടു I2 ബൈ V2 with I1 input current is equal to 0. I2 by V2, that is output voltage by output current by output voltage. Current by voltage എന്താ? current by voltage എന്താണ്? നമുക്കറിയാം വോൾട്ടേജ് ബൈ കറണ്ട് ഇമ്പിഡൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് കറണ്ട് ബൈ വോൾട്ടേജ് എന്തായിരിക്കും? ഇമ്പിഡൻസിൻ്റെ ഇൻവേഴ്സ് നമ്മൾ അഡ്മിറ്റൻസ് പറയുന്നത്, ദാറ്റ് ഈസ് ഓപ്പൺ സർക്യൂട്ട് ഔട്ട്പുട്ട് അഡ്മിറ്റൻസ്. അപ്പോൾ ഈ 4 എണ്ണം H11, H12, H21, H22 ആണ് H പാരാമീറ്റർ മോഡൽസ് അല്ലെങ്കിൽ H പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. H11 എന്ന് പറഞ്ഞാൽ എന്താണ്? H1 is equal to V1 by I1, that is എന്താണ്? ഇൻപുട്ട് V1 by I, ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് കറണ്ട്, ദാറ്റ് ഈസ് ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്. നെക്സ്റ്റ് H12 എന്താണ്? V1 by V2 ആണ്. H12 V1 by V2. അപ്പം ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ്, അപ്പോൾ എന്താ? റിവേഴ്സ് ട്രാൻസ്ഫർ വോൾട്ടേജ് റേഷ്യോ. നെക്സ്റ്റ് ഉള്ളത് H21 എന്ന് പറഞ്ഞാൽ എന്താ? I2 by I1, ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്, ദാറ്റ് ഈസ് എന്താണ്? 2 to 1. അപ്പോൾ ഫോർവേഡ് ട്രാൻസ്ഫർ കറണ്ട് ഗെയിൻ. H22 I2 by V2, കറണ്ട് ബൈ വോൾട്ടേജ്, ദാറ്റ് ഈസ് എന്താണ്? ഔട്ട്പുട്ട് കറണ്ട് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ എന്താണ്? H22 ഈക്വൽ ഔട്ട്പുട്ട് അഡ്മിറ്റൻസ്. അപ്പോൾ ഇത് 4 എണ്ണമാണ് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ട് ഈ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമുക്കൊരു ട്രാൻസിസ്റ്റർ നെറ്റ്വർക്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്?
ഹൈബ്രിഡ് പാരാമീറ്റർ മോഡൽ അല്ലെങ്കിൽ ഹൈബ്രിഡ് മോഡൽ അല്ലെങ്കിൽ H പാരാമീറ്റർ മോഡൽ എന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്ററിനെ നമ്മൾ 2 പോർട്ട് നെറ്റ്വർക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഇക്വലൻസ് സർക്യൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ മോഡൽ വരയ്ക്കാൻ വേണ്ടി നമുക്ക് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? H11, H22, H11, H12, H21, H22 എന്ന് പറഞ്ഞു. അതിൻ്റെ പേരുകൾ നമ്മൾ പറഞ്ഞു. അത് വെച്ച് നമ്മൾ ഹൈബ്രിഡ് മോഡൽ വരയ്ക്കും. ഒരു ട്രാൻസിസ്റ്ററിൻ്റെ അല്ലെങ്കിൽ 2 പോർട്ട് നെറ്റ്വർക്കിൻ്റെ ഹൈബ്രിഡ് മോഡൽ വരച്ചാൽ എങ്ങനെ കിട്ടും? നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചേക്കുന്ന പോലെ ഹൈബ്രിഡ് മോഡൽ വരയ്ക്കും. ഹൈബ്രിഡ് മോഡൽ വരയ്ക്കും നമ്മൾ എന്തൊക്കെ അതിൻ്റെ അകത്ത് കാണിക്കും? എന്തൊക്കെ കാണിക്കും നോക്കിയേ. ഇൻപുട്ട് നമ്മൾക്ക് കണ്ടുപിടിച്ചത് എന്തൊക്കെയായിരുന്നു? ഇൻപുട്ട് ഇംപിഡൻസ് ഉണ്ട്, ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് ഉണ്ട്, റിവേഴ്സ് ട്രാൻസ്ഫർ എന്താണ് H21 എന്ന് പറഞ്ഞതാണ്, H12 എന്ന് പറഞ്ഞതാണ് റിവേഴ്സ് ട്രാൻസ്ഫർ വോൾട്ടേജ് റേഷ്യോ, H21 എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ട്രാൻസ്ഫർ കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതെല്ലാം വെച്ച് നമ്മൾ ഒരു ഇൻപുട്ട് ഇംപിഡൻസ്, ഒരു ഔട്ട്പുട്ട് അഡ്മിറ്റൻസ്, ഒരു വോൾട്ടേജ് സോഴ്സ്, ഒരു കറണ്ട് സോഴ്സ് വെച്ച് നമ്മൾ വരയ്ക്കുന്ന മോഡലിനെയാണ് അല്ലെങ്കിൽ ഒരു വരയ്ക്കുന്ന സർക്യൂട്ട് റെപ്രസെൻറ്റേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? H പാരാമീറ്റർ മോഡൽ അല്ലെങ്കിൽ ഹൈബ്രിഡ് മോഡൽ എന്ന് പറയുന്നത്. അത് ഈ ഫിഗറിൽ കാണിച്ചേക്കുന്ന പോലെ ആയിരിക്കും. നമുക്ക് വോൾട്ടേജ് സോഴ്സ് ഉണ്ടാവും. അവിടെ നമുക്ക് ഇൻപുട്ട് വരുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇൻപുട്ട് ഇംപിഡൻസ് കാണിക്കും. ഇൻപുട്ട് ഇംപിഡൻസ് കാണിച്ചിട്ട് ഇതിന് ഇൻപുട്ട് സൈഡ് നമ്മൾ എന്ത് ചെയ്യും? ഒരു വോൾട്ടേജ് സോഴ്സ് കാണിക്കും. പിന്നെ ഔട്ട്പുട്ട് സൈഡിൽ നമുക്കൊന്ന് അഡ്മിറ്റൻസ് ആണ്. ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് ആണ് നമ്മൾ അതിനെ പാരലായിട്ട് കാണിക്കും. അതിന് പാരലായിട്ട് നമ്മൾ എന്തൊരു കറണ്ട് സോഴ്സ് കാണിക്കും അല്ലേ. ഇപ്പോൾ വോൾട്ടേജ് ഗെയിൻ കാണിക്കാം. വോൾട്ടേജ് ഗെയിൻ വെച്ച് നമ്മളൊരു വോൾട്ടേജ് സോഴ്സും കാണിക്കും. കറണ്ട് ഗെയിൻ വെച്ച് നമ്മളൊരു കറണ്ട് സോഴ്സും കാണിക്കും അല്ലേ. പിന്നെ നമ്മൾ ഈ എപ്പോഴും H11, H12, H21, H22 എന്നൊക്കെ പറയുന്നതിന് പകരം അതിനെ ഒറ്റയടിക്ക് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളതിനെ ആൽഫബറ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. H11 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഇൻപുട്ട് ഇംപിഡൻസ് ആണ്. അപ്പോൾ ഇൻപുട്ടാണ് അല്ലേ. നമുക്കപ്പോൾ അതിനെ ഇൻപുട്ട് സൈഡ് നമുക്ക് I വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ. ദാറ്റ് ഈസ് H11 നമ്മൾ എന്ത് ചെയ്യും? HI എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയും. നെക്സ്റ്റ് H12 എന്ന് പറയുന്നത് റിവേഴ്സ് ട്രാൻസ്ഫർ വോൾട്ടേജ് റേഷ്യോ. റിവേഴ്സ് ആണ്. അപ്പോൾ അവനെ R എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് HR. H12നെ നമ്മൾ HR എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. നെക്സ്റ്റ് ഉള്ള H21 ഫോർവേഡ് ട്രാൻസ്ഫർ കറണ്ട് ഗെയിൻ. ഫോർവേഡ് ആയാണ് നമുക്ക് അതിനെ എന്ത് റെപ്രസെൻറ്റ് ചെയ്യാം? HF എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം ജനറലായിട്ട് അല്ലേ. F വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഉള്ള H22 ഔട്ട്പുട്ട് അഡ്മിറ്റൻസ്. ഔട്ട്പുട്ടിനെ നമുക്ക് എന്തോ O വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് HO എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. ദാറ്റ് ഈസ് ഇൻപുട്ട് ഇംപിഡൻസ് ഈസ് ഈക്വൽ നമ്മൾ HI എന്ന് പറയും. റിവേഴ്സ് ട്രാൻസ്ഫർ വോൾട്ടേജ് റേഷ്യോ നമ്മൾ HR എന്ന് പറയും. ഫോർവേഡ് ട്രാൻസ്ഫർ കറണ്ട് ഗെയിനെ HF എന്ന് പറയുന്നു. ഔട്ട്പുട്ട് അഡ്മിറ്റൻസിനെ HO എന്ന് പറയുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഓരോ ലെറ്ററും കൂടെ നമ്മൾ സഫിക്സ് ചെയ്യും. എന്തിനു വേണ്ടി? എപ്പോഴൊക്കെയാണ് നമുക്ക് ട്രാൻസിസ്റ്ററിന് എത്ര മോഡൽസ് ഉണ്ട്? കോമൺ എമിറ്റർ, കോമൺ കളക്ടർ, കോമൺ ബേസ് എന്ന് പറയും അല്ലേ. അപ്പോൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണെങ്കിൽ നമ്മൾ ഇൻപുട്ട് ഇംപിഡൻസ്, ഔട്ട്പുട്ട് അഡ്മിറ്റൻസ്, റിവേഴ്സ് ട്രാൻസ്ഫർ വോൾട്ടേജ് റേഷ്യോ അല്ലെങ്കിൽ ഫോർവേഡ് ട്രാൻസ്ഫർ കറണ്ട് ഗെയിനൊക്കെ നമ്മൾ എങ്ങനെ പറയും? ഇതിൻ്റെ കൂടെ എമിറ്റർ ആണെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന E അല്ല. എമിറ്ററിൻ്റെ നമ്മൾ E എന്ന് പറഞ്ഞ റെപ്രസെൻറ്റ്. അപ്പോൾ നമ്മൾ HIE, HFE, HFE, HOE എന്ന് റെപ്രസെൻറ്റ് ചെയ്യും അല്ലേ. കോമൺ ബേസ് ആണെങ്കിലോ HIB, HRB, HFB, HOB എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. കോമൺ കളക്ടർ ആണെങ്കിൽ HIC, HRC, HFC, HOC എന്നൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അതാണ് നമ്മുടെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ആ വോൾട്ടേജ് ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ 2 പോർട്ട് നെറ്റ്വർക്കിന് നമ്മൾ ഇക്വേഷൻ ഇപ്പോൾ എങ്ങനെ മാറ്റി എഴുതും? V1 = H11 I1 + H12 V2, I2 = H21 I1 + H22 V2 നമ്മൾക്ക് എങ്ങനെ മാറ്റി എഴുതാം? H1 എന്ന് പറഞ്ഞാൽ നമ്മൾ HI കൊടുക്കുമെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് V1 = HI I1 + HR V2. അതേപോലെ I2 = HF I1 + HO V2 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ. അതാണ് നമ്മുടെ 2 പോർട്ട് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ നമ്മൾ ഇപ്പോൾ പറഞ്ഞു കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടറൊക്കെ കോൺഫിഗറേഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓരോ കോൺഫിഗറേഷനും അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും, എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. കോമൺ എമിറ്റർ ആണെങ്കിൽ HIE, HOE, HFE, HRE എന്ന് പറയും. കോമൺ ബേസ് ആണെങ്കിൽ HIB, HRB, HOB, HFB എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യും. അങ്ങനെ കോമൺ കളക്ടർ ആണെങ്കിൽ C എന്ന് പറഞ്ഞ ലെറ്റർ ഉപയോഗിക്കുന്നു പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാം ഹൈബ്രിഡ് മോഡൽസ് നമുക്ക് ഈ പടത്തിൽ കാണിച്ചേക്കുന്ന പോലും അല്ലേ. ഇൻപുട്ടിൽ ഫസ്റ്റ് വൺ കോമൺ എമിറ്റർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ സർക്യൂട്ട് നമ്പർ അറിയാം. നമുക്ക് ഹൈബ്രിഡ് പാരാമീറ്റർ H പാരാമീറ്റർ മോഡൽ വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഇൻപുട്ട് ഇംപിഡൻസ് കാണിക്കുന്നു, പിന്നെ ഒരു വോൾട്ടേജ് സോഴ്സ് കാണിക്കുന്നു, ഔട്ട്പുട്ട് സൈഡിൽ ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് കാണിക്കുന്നു, ഒരു കറണ്ട് സോഴ്സ് കാണിക്കുന്നു, കറണ്ട് ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നു, ഇപ്പുറത്ത് വോൾട്ടേജിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നു, നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഔട്ട്പുട്ട് ഇക്വേഷൻ എങ്ങനെ എഴുതും? V2ന് പകരം നമുക്ക് ഇവിടെ എന്താണ് V1ഉം I2ലും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ V1 വരെ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതും? V1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? ഇൻപുട്ട് വോൾട്ടേജ്. V1 വരെ നമ്മളെന്ത് പറഞ്ഞത്? ബേസ് ആണ് അല്ലേ.
ദറ്റ് ഈസ് വി ബിയിലോട്ടാണ് നമ്മൾ. വി ബി ഈസ് ഈക്വൽ നമുക്ക് എന്ത് HIE ഇൻറ്റു IB പ്ലസ് HRE ഇൻറ്റു VC. അതേപോലെ തന്നെ IC ഈസ് ഈക്വൽ ടു HFE IB പ്ലസ് HOE. കോമൺ എമിറ്റർ ആകുമ്പോൾ E എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യണം അല്ലേ. ദറ്റ് ഈസ് VB ഈസ് ഈക്വൽ ടു HIE IB പ്ലസ് HRE VC. IC ഈസ് ഈക്വൽ HFE IB പ്ലസ് HOE VC എന്ന് കിട്ടും. കോമൺ ബേസ് ആണെങ്കിലോ, കോമൺ ബേസ് ആണെങ്കിൽ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് വരുന്ന VE ആണല്ലേ. കോമൺ ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസ് കോമൺ ആയിട്ട് വെച്ചിട്ട് എമിറ്ററിലും ബേസിലായിട്ട് നമ്മൾ സപ്ലൈ കൊടുക്കും. ഔട്ട്പുട്ട് നമ്മൾ കളക്ടറിൽ നിന്ന് എടുക്കും അല്ലേ. ദറ്റ് ഈസ് VE ഈസ് ഈക്വൽ ടു HIB IE പ്ലസ് HRB VC പ്ലസ് VE ഈസ് ഈക്വൽ ടു HIB IE പ്ലസ് HRB VC. അതേപോലെ IC ഈസ് ഈക്വൽ ടു HFP IE പ്ലസ് HOB VC എന്ന് കിട്ടും. നെക്സ്റ്റ് കോമൺ കളക്ടർ ആണെങ്കിൽ നമ്മൾ C എന്ന് പറഞ്ഞ ലെറ്റർ യൂസ് ചെയ്യും അല്ലേ. ദറ്റ് ഈസ് VB ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ കോമൺ കളക്ടർ കോമൺ ആയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇൻപുട്ട് ബേസിൽ കൊടുത്തിട്ട് നമ്മൾ എമിറ്ററിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ VB ഈസ് ഈക്വൽ ടു HIC കോമൺ കളക്ടറാണ്. HIC IB പ്ലസ് HRC VE. പിന്നെ IE ഈസ് ഈക്വൽ ടു HFE IB പ്ലസ് HOC VE എന്ന് പറയും. അപ്പോൾ കോമൺ കളക്ടർ, കോമൺ എമിറ്റർ, കോമൺ ബേസ്, 3 ഇതൊന്ന് എഴുതി പഠിച്ചാൽ നമുക്ക് കറക്റ്റായിട്ടിരിക്കും. ഒന്ന് പടം വരയ്ക്കുക. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹൈബ്രിഡ് പാരാമീറ്റർ മോഡൽ വരയ്ക്കുക. മോഡൽ വരച്ചാൽ തന്നെ നമുക്ക് ഒറ്റയടിക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് എന്താണ്, ഔട്ട്പുട്ട് കറണ്ട് എന്താണെന്നൊക്കെ നമുക്കറിയാം. പിന്നെ വരുന്ന പാരാമീറ്റേഴ്സ് HI, HR, HF, HO ആണ് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ കൂടെ എമിറ്റർ ആണോ, കോമൺ എമിറ്റർ ആണോ, കോമൺ ബേസ് ആണോ, കോമൺ കളക്ടർ ആണോ, അതിനുള്ള ലെറ്ററും കൂടെ സഫിക്സ് ചേർക്കുക, ഇക്വേഷൻ എഴുതുക. പാരാമീറ്റേഴ്സ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയിട്ട് എടുക്കുന്നത് എന്താണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് V2ഉം I1ഉം ആണെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ അത് വെച്ച് നമ്മൾ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഒന്ന് വരച്ച് എഴുതി നോക്കുക. അപ്പോൾ 3 കോൺഫിഗറേഷനായി: കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ. യൂഷ്വലി നമുക്ക് കോമൺ ബേസും കോമൺ കളക്ടറും അല്ല, കോമൺ എമിറ്ററാണ് നമ്മൾ കൂടുതലായിട്ട് വരുന്നത്. അല്ലെ കോമൺ ബേസും കോമൺ കളക്ടറും നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട. കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ സിലബസിൽ നമുക്ക് കൂടുതൽ പഠിക്കാൻ തന്നിട്ടുള്ളത്. അപ്പം കോമൺ എമിറ്ററാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞു. അപ്പോൾ കോമൺ എമിറ്ററിൻ്റെ ഇക്വേഷൻ പടം നോക്കിയത് വെച്ചേക്കുക. കോമൺ എമിറ്ററിൻ്റെ ആണെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്, ഇൻപുട്ട് നമ്മൾ കോമൺ എമിറ്റർ ആയതുകൊണ്ട് ഇൻപുട്ട് നമ്മൾ ബേസിൽ കൊടുക്കും, ഔട്ട്പുട്ട് കളക്ടറിൽ നിന്ന് എടുക്കും അല്ലേ. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VBയും ഇൻപുട്ട് കറണ്ട് IB ആയിരിക്കും. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VCയും ഔട്ട്പുട്ട് കറണ്ട് ICയും ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ, ദറ്റ് ഈസ് VBE എന്ന് വെച്ചാൽ നമ്മൾ ബേസ് എമിറ്ററിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ദറ്റ് ഈസ് VBE ഈസ് ഈക്വൽ ടു ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VBE ഈസ് ഈക്വൽ ടു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ നമ്മൾ എന്താ E എന്ന് പറഞ്ഞ സഫിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. HIE IB പ്ലസ് HRE VC. പിന്നെ IC ഈസ് ഈക്വൽ ടു HFE IB പ്ലസ് HOE VC. ഓക്കെ, അപ്പോൾ ഇതാണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ H പാരാമീറ്റർ മോഡലും അതിൻ്റെ ഇക്വേഷനും. ഓക്കെ, ഇതിൻ്റെ അനാലിസിസ്, ഈ H പാരാമീറ്റേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, അതിൻ്റെ വാല്യൂസ് അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻസ് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കണം. അനാലിസിസ് ഓഫ് എ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ യൂസിങ് H പാരാമീറ്റർ മോഡൽ. അനാലിസിസ് ഓഫ് എ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ യൂസിങ് H പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ പഠിക്കുന്ന കോമൺ എമിറ്ററിൻ്റെ. അപ്പോൾ ചോദിച്ചാൽ നമ്മൾ കോമൺ എമിറ്ററിനെ പറ്റി എഴുതിയാൽ മതി. ജനറലി ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞ് ചോദിച്ചാലും, അല്ലെങ്കിൽ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ H പാരാമീറ്റർ അല്ലെങ്കിൽ H പാരാമീറ്റേഴ്സ് ഡിറൈവ് ചെയ്യാമെന്ന് പറഞ്ഞ് ചോദിച്ചാലും എല്ലാം ഇത് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പം അനാലിസിസ് എങ്ങനെ ഈ H പാരാമീറ്റേഴ്സ് നമ്മൾ പറഞ്ഞു. ഒരെണ്ണം നമ്മൾ H11, H1 അല്ലെങ്കിൽ HIE, HFB, HFE, HOE, HRE ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിങ് അല്ലെങ്കിൽ സെൽഫ് ബയസിങ് വെച്ചുള്ള പടം അങ്ങ് വരയ്ക്കുക ആദ്യം അല്ലേ. കോമൺ എമിറ്റർ ആംപ്ലിഫയർ യൂസിങ് സെൽഫ് ബയസിങ് സർക്യൂട്ട്. സെൽഫ് ബയസിങ് സർക്യൂട്ട് വെച്ച് വരയ്ക്കുകയാണ്. നമ്മൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് സർക്യൂട്ട് നോക്കിയേ. പടം നോക്കുമ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിങ് ആണെങ്കിൽ അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ആദ്യമേ നമ്മൾ പറയാം പൊട്ടൻഷ്യൽ ഡിവൈഡർ റെസിസ്റ്റേഴ്സ് ഉണ്ടാകും. ദാറ്റ് ഈസ് ഇറ്റ്സ് എ സർക്യൂട്ട് കറന്റ് അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിവൈഡർ റെസിസ്റ്റേഴ്സ് R1 ആൻഡ് R2. നെക്സ്റ്റ് കളക്ടർ റെസിസ്റ്റൻസ് RC, എമിറ്റർ റെസിസ്റ്റൻസ് RE, പിന്നെ CE എന്ന് പറഞ്ഞൊരു കപ്പാസിറ്റർ റെസിസ്റ്റൻസിന് REക്ക് പാരലായിട്ട് കൊടുത്തു. എന്താണ്
എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ CE, പിന്നെ ഔട്ട്പുട്ട് കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ടറിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുന്നിടത്തൊരു കപ്പാസിറ്റർ ഉണ്ടാവും CC, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ CC. പിന്നെ ഇൻപുട്ട് ബേസിലോട്ട് ഇൻപുട്ട് പോകുന്നിടത്തൊരു കപ്പാസിറ്റർ ഉണ്ടാവും, ദാറ്റ് ഈസ് Cin, ദാറ്റ് ഈസ് ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ അല്ലെങ്കിൽ ഇൻപുട്ട് കപ്പാസിറ്റർ Cin എന്ന് പറയുന്നു. പിന്നെ നമുക്കൊന്ന് കാണിച്ചേക്കുന്നത് വെച്ചാൽ ഔട്ട്പുട്ട് ലോഡ് റെസിസ്റ്റൻസ് RL കാണിച്ചിട്ടുണ്ട്. പിന്നെ വോൾട്ടേജ് സോഴ്സ്, ഇൻപുട്ടിൽ നമ്മൾ AC സിഗ്നൽ കൊടുക്കുന്ന ഇൻപുട്ടിൽ ഒരു വോൾട്ടേജ് സോഴ്സ് കാണിക്കുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് VS എന്ന് കാണിക്കുന്നു. വോൾട്ടേജ് സോഴ്സിൻ്റെ റെസിസ്റ്റൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോഴ്സിൻ്റെ ഇംപിഡൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇസഡസ് അല്ല, നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ടാണ് കാണിക്കുന്നത്, ദാറ്റ് ഈസ് RS എന്ന് പറഞ്ഞ് സോഴ്സ് റെസിസ്റ്റൻസും കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം സർക്യൂട്ട് അറേഞ്ച്മെൻ്റ് അകത്ത് നമ്മൾ ദ സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിവൈഡർ റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റേഴ്സ് R1 and R2, കളക്ടർ റെസിസ്റ്റൻസ് RC, എമിറ്റർ റെസിസ്റ്റൻസ് CE, എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ CE, പിന്നെ ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ CC, ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ അല്ലെങ്കിൽ ഇൻപുട്ട് കപ്പാസിറ്റർ Cin, പിന്നെ വോൾട്ടേജ് സോഴ്സ് VS, ലോഡ് റെസിസ്റ്റൻസ് RL. ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് പറയാം. ഓക്കെ, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയായിരിക്കും? ഒരു നോർമൽ കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയായിരിക്കും നമുക്ക് പറയാമല്ലോ. എന്താണ്? when input signal is applied, എന്ത് സംഭവിക്കും? when input signal is applied to the base emitter circuit and the output is taken from the collector base circuit ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? when the input is applied, the emitter base junction എന്ത് സംഭവിക്കും? emitter base junction is forward bias. As a result, ഇൻപുട്ടിലെ AC സിഗ്നൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ? in the input AC signal increase in the positive direction, എന്ത് സംഭവിക്കും? പോസിറ്റീവ് ഡയറക്ഷൻ എന്ത്? the voltage between base and emitter അല്ലേ, അതായത് എന്ത് VBE എന്ത് സംഭവിക്കും? VBE കൂടും. അത് കാരണമായിട്ട് എന്ത് സംഭവിക്കും? when the AC signal increases in the positive direction, the voltage between base and emitter increases because it is already positive with respect to, അത് നമുക്കറിയാവുന്ന കാര്യം. അത് കാരണമായിട്ട് എന്ത് സംഭവിക്കും? this will increase the forward bias അല്ലേ. ട്രാൻസിസ്റ്ററിൻ്റെ ബയസിങ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ദിസ് വിൽ ഫോർവേഡ് ബയസ് ഇസ് ഇൻക്രീസ് ആൻഡ് കോസസ് ഇൻക്രീസ് ഇൻ ദി ബേസ് കറണ്ട് അല്ലേ. നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന AC സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച്, അതായത് പോസിറ്റീവ് അവസ്ഥയ്ക്കുള്ള എന്ത് സംഭവിക്കും? VBE കൂടും. VBE കൂടുന്ന കാരണമായിട്ട് എന്ത് സംഭവിക്കും? IB കൂടും. IB കൂടുന്ന കാരണമായിട്ട് എന്ത് സംഭവിക്കും? ഡ്യൂ ടു ദിസ്, ഈ IB കൂടുന്ന കാരണം എന്ത് ചെയ്യും? IB കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് ചെയ്യും? കളക്ടർ കറണ്ട് കൂടും അല്ലേ. IC നമുക്കറിയാം എന്താ? ബീറ്റ ടൈംസ് IB ആണ് അല്ലേ. ആസ് എ റിസൾട്ട് എന്താ? കളക്ടർ കറണ്ട് IC ഈസ് ഇൻക്രീസ്ഡ് ബീറ്റ ടൈംസ് അല്ലേ. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ കളക്ടർ കറണ്ട് കൂടും, ബീറ്റ ടൈംസ് കൂടും. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ ആംപ്ലിഫിക്കേഷൻ അവിടെ നടന്നു അല്ലേ. ഇതൊക്കെയാണ് നമ്മളൊരു ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിംഗ് പറയുകയാണെങ്കിൽ. നമ്മുടെ കേസിലാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് അനാലിസിസ് ഓഫ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വർക്കിങ്ങിന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് പടം വരയ്ക്കുക, പടം വരച്ചിട്ട് പറയണമെന്ന് വെച്ചാൽ ആ സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെ ഉണ്ടെന്ന് പറയുക. പിന്നെ പറയുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. അപ്പം ആദ്യം നമുക്ക് ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് ഓഫ് എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ, അല്ലെങ്കിൽ ഡിറൈവ് ദി H പാരാമീറ്റേഴ്സ് ഓഫ് എ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡിറൈവ് H പാരാമീറ്റേഴ്സ് ഓഫ് എ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ട് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ആദ്യം പടം വരയ്ക്കുക. പടം വരച്ച് നമ്മൾ അതിൽ കാണിക്കേണ്ട എന്തൊക്കെയാണ്? ദ സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് R1 and R2, എമിറ്റർ റെസിസ്റ്റൻസ് RE, കളക്ടർ റെസിസ്റ്റൻസ് RC, പിന്നെ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റി CE, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുക. അതിനുശേഷം നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ ദ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുക. ദ ഇക്വലൻറ്റ് സർക്യൂട്ട് ഓഫ് എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ക്യാൻ ബി ഡ്രോൺ ആസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുക. ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പടത്തിൽ കാണിച്ചേക്കുന്ന സർക്യൂട്ടിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കാൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സോഴ്സും എല്ലാം കാണിക്കുക. പിന്നെ ഈ പൊട്ടൻഷ്യൽ ഡിവൈഡർ R1 R2 നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ എന്ത് ചെയ്യും? പാരലായിട്ട്, അത് നമ്മൾ പഠിച്ചു തെവനിൻ ഇക്വലൻ്റൊക്കെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ആ തെവനിൻ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് R1 പാരലൽ ടു R2 എന്നല്ലേ പറഞ്ഞു. അപ്പോൾ അതേപോലെ ആ പാരലൽ വരുന്ന കോൺഫിഗറേഷൻ വരുന്ന രീതിയിൽ ആ പടം അങ്ങ് വരയ്ക്കുക. അപ്പോൾ ഇക്വലൻറ്റ് സർക്യൂട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ പടത്തിൽ കാണിച്ചേക്കുന്ന പോലെ നമുക്കൊരു സർക്യൂട്ട് കിട്ടും അല്ലേ. കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ AC ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുക. AC ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് കാണിക്കുന്നത്? കപ്പാസിറ്റേഴ്സ് ഒന്നും നമ്മൾ കാണിക്കത്തില്ല. AC-യിലാകുമ്പോൾ എന്ത് സംഭവിക്കും? കപ്പാസിറ്റേഴ്സിന് AC ഫ്ലോ ചെയ്യാൻ കപ്പാസിറ്റർ സംഭവിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ കപ്പാസിറ്റേഴ്സിനെ കാണിക്കത്തില്ല.
Equivalent circuit of a common emitter amplifier configuration using self bias അല്ലെങ്കിൽ potential divider bias. ഓക്കെ, പടം വരച്ചപ്പോൾ നമ്മൾ നോക്കിയേ, നമ്മുടെ വോൾട്ടേജ് സോഴ്സ് VS കാണിച്ചിട്ടുണ്ട്, സോഴ്സ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സോഴ്സ് ഇംപെഡൻസിനായിട്ട് നമ്മൾ RS കാണിച്ചിട്ടുണ്ട്, ഇൻപുട്ട് വോൾട്ടേജ് Vin കാണിച്ചിട്ടുണ്ട്, കപ്പാസിറ്റേഴ്സ് നമ്മൾ കാണിക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ R1 R2 എന്ന് പറഞ്ഞ റെസിസ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞു പാരലൽ കോൺഫിഗറേഷനായി വരുന്ന പറ്റും. R1 കാണിച്ചിട്ടുണ്ട്, R2 പാരലായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മൾ ബേസിലോട്ട് പോന്നു. ബേസിലോട്ട് പോയിട്ട് പിന്നെ ബേസിൻ്റെ സർക്യൂട്ട് അവിടെ കഴിഞ്ഞു. ഇനി നമ്മളുള്ള എമിറ്ററിൻ്റെ സർക്യൂട്ടും കളക്ടറിൻ്റെ സർക്യൂട്ടും. കളക്ടറിൻ്റെ സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ കളക്ടർ ഔട്ട്പുട്ട് പോകുന്ന വഴിക്ക് VCCയിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് എന്തുകൊണ്ട് റെസിസ്റ്റൻസ് RC ഉണ്ട്, അപ്പോൾ നമ്മൾ RC കാണിക്കുന്നു. പിന്നെ CC കാണിക്കുന്നില്ല, കപ്ലിംഗ് കപ്പാസിറ്റർ കാണിക്കുന്നില്ല, V ഔട്ട് കാണിക്കുന്നു, ലോഡ് റെസിസ്റ്റൻസ് RL കാണിക്കുന്നു. ഇനി എമിറ്റർ സൈഡ് നോക്കുമ്പോൾ നമുക്കൊരു RE ഉണ്ടല്ലേ, എമിറ്റർ റെസിസ്റ്റൻസ് RE ഉണ്ട്. പക്ഷേ നമ്മുടെ ഇക്വലൻസ് സർക്യൂട്ട് വരച്ചേക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ എമിറ്റർ റെസിസ്റ്റൻസ് RE കാണിച്ച് AC ഇക്വലൻസ് സർക്യൂട്ടാണ്, ആ കാര്യം ഓർത്തോണം. AC ഇക്വലൻസ് സർക്യൂട്ട് വരയ്ക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ RE കാണിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണ് RE കാണിക്കാൻ എന്തുകൊണ്ട്? കാരണം ആ REക്ക് പാരലായിട്ട് ഒരു CE കിടക്കുന്ന കണ്ടോ, എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ CE കിടപ്പുണ്ട് അല്ലേ. എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ CE എന്തു ചെയ്യും? ഈ റെസിസ്റ്റൻസ് വഴി പോകുന്നതിനെക്കാട്ടിൽ സ്മൂത്തായിട്ട് AC കറണ്ടിനെ ഫ്ലോ ചെയ്യാനുള്ള പാത്ത് അത് ബൈപ്പാസ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുകയാണ് അല്ലേ. കപ്പാസിറ്റർ വഴി ഫ്ലോ ചെയ്യാനുള്ളൊരു സ്മൂത്ത് പാത്ത് അതോടെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അത് കാരണമായിട്ട് എന്ത് സംഭവിക്കും? ഈ റെസിസ്റ്റൻസ് വഴി ആയിരിക്കത്തില്ല AC പോകുന്നത്, കപ്പാസിറ്റർ വഴിയായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ AC ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ഈ റെസിസ്റ്റൻസ് കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം കപ്പാസിറ്റർ വഴി സ്മൂത്തായിട്ട് ഒരു ഷോർട്ട് പോലെ അതുവഴി AC പാസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എന്തോ ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ ഡയറക്റ്റ് കാണിച്ചാൽ മതി. അപ്പോൾ റെസിസ്റ്റൻസ് കാണിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പം നമ്മൾ എമിറ്റർ സൈഡിൽ നമ്മൾ RE കാണിക്കത്തില്ല. IE ഡയറക്റ്റായിട്ടൊരു ഹിൻഡ്രൻസും ഇല്ലാതെ ഒപ്പോസിഷനും ഇല്ലാതെ പാസ് ചെയ്യുന്ന പോലെ ഒരു ഷോർട്ട് പോലെ നമ്മൾ കാണിക്കും. അപ്പോൾ നമ്മൾ കാണിക്കുന്നത് വെച്ചാൽ വോൾട്ടേജ് സോഴ്സ് VS കാണിക്കും, അതിൻ്റെ സോഴ്സ് റെസിസ്റ്റൻസ് RS കാണിക്കും, ഇൻപുട്ട് റെസിസ്റ്റേഴ്സ് VS കാണിക്കുന്നു, RS കാണിക്കുന്നു, പിന്നെ R1 R2 കാണിക്കുന്നു, RE കാണിക്കത്തില്ല, RC കാണിക്കുന്നു, RL കാണിക്കുന്നു അല്ലേ. ഇത്രയും പാരാമീറ്റേഴ്സ് വരച്ച് നമ്മൾ കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കും. പിന്നെ ചില കേസസിൽ ചില സർക്യൂട്ട്സ് നമ്മൾ ഈ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ CE കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? RE കാണിക്കേണ്ടി വരും അല്ലേ. CE കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് AC ഫ്ലോ ചെയ്യുന്ന RE കൂടെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ RE കാണിക്കേണ്ടി വരും. പക്ഷേ യൂഷ്വലി നമ്മൾ വരയ്ക്കുമ്പോഴും ഡിറൈവ് ചെയ്യുമ്പോഴും നമ്മൾ RE കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ രണ്ട് കേസ് നമ്മൾ പഠിച്ചിരിക്കുക. RE ഉണ്ടെങ്കിൽ ഇക്വേഷൻ എങ്ങനെയായിരിക്കും, RE ഇല്ലെങ്കിൽ ഇക്വേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഇക്വലൻറ്റ് സർക്യൂട്ട് വരച്ചു. ഇക്വലൻറ്റ് സർക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? പാരാമീറ്റേഴ്സ് മോഡൽ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസിസ്റ്ററിൻ്റെ പാരാമീറ്റർ അല്ലെങ്കിൽ ഈ അറേഞ്ച്മെൻറ്റ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ പാരാമീറ്റർ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കണം. പാരാമീറ്റർ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാണിക്കുന്നു പറഞ്ഞു? H11 കാണിക്കും, അല്ലെങ്കിൽ HIE കാണിക്കും, HRE കാണിക്കും, HFE കാണിക്കും, HOE കാണിക്കും എന്ന് പറഞ്ഞു. പിന്നെ HIE എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇൻപുട്ട് ഇംപെഡൻസ് ആണെന്ന് പറഞ്ഞു. R എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ട്രാൻസ്ഫർ വോൾട്ടേജ് റേഷ്യോ, HFE എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ട്രാൻസ്ഫർ കറണ്ട് ഗെയിൻ, HOE എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് ആണെന്നറിയാം. അപ്പോൾ നമ്മൾ ഇക്വലൻറ്റ് സർക്യൂട്ട് വരച്ചാൽ നമുക്ക് എങ്ങനെ കിട്ടും? നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് എടുത്ത് ഈ ട്രാൻസിസ്റ്ററിന് പകരമായിട്ട് അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിൻ്റെ 2 പോർട്ട് മോഡൽ അല്ലെങ്കിൽ പാരാമീറ്റർ മോഡൽ എടുത്ത് ഈ സർക്യൂട്ടിൻ്റെ അകത്തോട്ട് അങ്ങ് ഇൻകോപ്പറേറ്റ് ചെയ്താൽ മതി അല്ലേ. ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സർക്യൂട്ട് എങ്ങനെ കിട്ടും? പഴയ പോലെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് അതേപോലെ നമ്മൾ വോൾട്ടേജും അതിൻ്റെ സോഴ്സ് റെസിസ്റ്റൻസ് കാണിക്കും, R1 R2 കാണിച്ചു. ഈ ട്രാൻസിസ്റ്ററിൻ്റെ പോർഷന് മാത്രം നമ്മൾ എന്ത് ചെയ്യും? ആ ട്രാൻസിസ്റ്ററിന് പകരം നമ്മുടെ 2 പോർട്ട് നെറ്റ്വർക്കിൻ്റെ സർക്യൂട്ട് എടുത്ത് വെക്കുന്നു അല്ലേ. 2 പോർട്ട് നെറ്റ്വർക്ക് സർക്യൂട്ട് എടുത്ത് വെച്ചാൽ നമുക്ക് ഈ ഫിഗറിൽ കാണിച്ചേക്കുന്നത് കിട്ടും. അപ്പോൾ ഫസ്റ്റ് വൺ കാണിച്ചേക്കുന്നത് RE ഇല്ലാത്തതും, സെക്കൻഡ് നമ്മൾ RE കൊടുക്കുക. RE എപ്പോഴാണ് നമ്മൾ സർക്യൂട്ടിൽ കാണിക്കേണ്ടത്? CE ഇല്ലാത്ത സർക്യൂട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മാത്രം RE കാണിച്ചാൽ മതി. ജനറലി ഡിറൈവ് ചെയ്യുമ്പോൾ RE കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും വരച്ച് വെക്കുക. ഇനിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ഡിറൈവ് ചെയ്യാം. ഫസ്റ്റ് വൺ നമ്മൾ എന്തോ പറഞ്ഞു? H11 അല്ലെങ്കിൽ HIE എന്ന് പറഞ്ഞു. HIE എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് ഇംപിഡൻസ് ആണ്. ഇൻപുട്ട് ഇംപിഡൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിയേ, പടം വരയ്ക്കുക. എന്താ പറഞ്ഞേക്കുന്നത്? വെൻ ലുക്കിംഗ് ഇൻ ടു ദ ബേസ് എമിറ്റർ ടെർമിനൽസ് ഓഫ് ദി ട്രാൻസിസ്റ്റർ, ബേസ് എമിറ്റർ ജംഗ്ഷനിൽ അല്ലെങ്കിൽ ബേസ് എമിറ്റർ ടെർമിനൽസ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഇൻപുട്ട് ഇംപിഡൻസ് എന്താണ്? HIE എന്താണ്?
HIE ഈസ് ഇൻ സീരീസ് വിത്ത് HRE ഇൻറ്റു വി ഔട്ട് ആണ് അല്ലേ. നോക്കിയേ, HIE നമ്മൾ HRE ഇൻറ്റു വി ഔട്ടുമായിട്ട് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഫോർ എ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, പറഞ്ഞേക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ഫോർ എ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ HRE ഈസ് എ വെരി സ്മോൾ ക്വാണ്ടിറ്റി. അത് കാരണം നമുക്ക് എന്ത് ചെയ്യും, HRE ഇൻറ്റു വി ഔട്ടിനെ നമ്മൾ എന്ത് ചെയ്യും, ഈസ് നെഗ്ലക്റ്റഡ്. ദെയർഫോർ നമ്മുടെ ഇൻപുട്ട് ഇംപിഡൻസ് ഈസ് ഈക്വൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇസഡ് ഇൻ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഇസഡ് ബി ഈസ് ഈക്വൽ എന്ത് ചെയ്യും, HIE എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ് നമ്മൾ ട്രാൻസിസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ പാരാമീറ്റേഴ്സിൻ്റെ അകത്ത് തന്നെ ഈ HIE തന്നെയായിരിക്കും കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത്. അത് ഇസഡ് ഇൻ ഈസ് ഈക്വൽ ടു HIE ആയിരിക്കും. ഇത് നോർമൽ കേസിൽ, അതായത് നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ സെൽഫ് ബയസ് സർക്യൂട്ടിൽ RE ഉപയോഗിച്ചിട്ടുണ്ട്, RE ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി CE ഉപയോഗിച്ചിട്ടുള്ള കേസാണ്. പക്ഷേ ഇനി അടുത്ത കേസും കൂടെ നമ്മൾ പഠിച്ചിരിക്കുക. CE ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഇക്വലൻസ് സർക്യൂട്ട് നമ്മൾ എന്തോ കാണിക്കണം, RE കാണിച്ചിരിക്കണം. RE കാണിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ പറ്റുമോ, പറ്റത്തില്ല. നമ്മുടെ ഇൻപുട്ടിങ് ഇക്വേഷൻ നമ്മൾ എന്തോ എഴുതും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ആയിരിക്കും, വി ഇൻ ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് പറയും, വി ഇൻ ഈസ് ഈക്വൽ ടു HIE ഇൻറ്റു IB. KVL അപ്ലൈ ആണ്, HIE ഇൻറ്റു IB പ്ലസ് IE RE എന്ന് എഴുതാം അല്ലേ. HRE ഇൻറ്റു വി ഔട്ട് നമ്മൾ നെഗ്ലക്ട് ചെയ്യുവാണ്, കാരണം കുറവാണ് നെഗ്ലക്ട് ചെയ്തത്. ഇറ്റ് ഇസ് HIE ഇൻറ്റു IB പ്ലസ് HRE ഇൻറ്റു HIE ഇൻറ്റു IB പ്ലസ് RE ഇൻറ്റു IE എന്ന് എഴുതാം. IE ഈസ് ഈക്വൽ നമുക്കറിയാം എന്താണ്, IB പ്ലസ് IC ആണ്. അപ്പോൾ നമ്മളത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തോ കിട്ടും, വി ഇൻ ഈസ് ഈക്വൽ ടു IB ഇൻറ്റു HIE പ്ലസ് RE ഇൻറ്റു 1 പ്ലസ് HFE എന്ന് കിട്ടും. നമുക്കറിയാം. അപ്പോൾ ഇൻപുട്ട് ഇംപിഡൻസ് ഓഫ് ദി ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ZB. ട്രാൻസിസ്റ്ററിൻ്റെ മാത്രം ഇൻപുട്ട് ഇംപിഡൻസ് പറയുന്നത് ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ടിലോട്ട് വരുന്ന വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ട്രാൻസിസ്റ്ററിലോട്ട് പോകുന്ന കറണ്ട്. അപ്പോൾ ZB ഈസ് ഈക്വൽ എന്താ, വി ഇൻ ബൈ ട്രാൻസിസ്റ്ററിലോട്ട് പോകുന്ന കറണ്ട് ഏതാണ്, IB ആണ്. അപ്പോൾ വി ഇൻ ബൈ IB ഈസ് ഈക്വൽ നമ്മൾ എന്ത് ചെയ്യും, വി ഇൻ നമുക്ക് കിട്ടി IB ഇൻറ്റു HIE ഇൻറ്റു IB ഇൻറ്റു HIE പ്ലസ് RE ഇൻറ്റു 1 പ്ലസ് HFE എന്ന് കിട്ടി. അപ്പോൾ അതിൽ നമ്മൾ വി ഇൻ ബൈ IB ചെയ്ത് ഈ IB ക്യാൻസൽ ആയി പോയി നമുക്ക് ഇൻപുട്ട് ഇംപിഡൻസ് ഓഫ് ദി ട്രാൻസിസ്റ്റർ ZB ഈസ് ഈക്വൽ എന്നും HIE പ്ലസ് RE ഇൻറ്റു 1 പ്ലസ് HFE എന്ന് കിട്ടും. ഇനി നമുക്ക് ട്രാൻസിസ്റ്ററിനല്ല മൊത്തത്തിലുള്ള നമ്മുടെ ഈ കോമൺ എമിറ്റർ ആംപ്ലിഫയർ സർക്യൂട്ടിന് ഇൻപുട്ട് ഇംപിഡൻസ് ആണ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, Z in ഈസ് ഈക്വൽ എന്താണ്, Z in ഈസ് ഈക്വൽ ടു നമ്മൾ ZB കണ്ടുപിടിച്ചു, അതിന് പാരലായിട്ട് എന്തൊക്കെ കിടപ്പുണ്ട്, R1ഉം R2ഉം കൂടെ കിടപ്പുണ്ട് അല്ലേ. ദാറ്റ് ഈസ് Z in ഓഫ് ദി സർക്യൂട്ട്, Z in ഈസ് ഈക്വൽ ടു R1 പാരലൽ ടു R2 പാരലൽ ടു ZB ചെയ്താൽ മതി. ഓക്കെ. അപ്പം ഇൻപുട്ട് ഇംപിഡൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു, ഇൻപുട്ട് ഇംപിഡൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ബേസ് എമിറ്റർ ജംഗ്ഷനിൽ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരുമെന്ന് പറഞ്ഞു. ബേസ് എമിറ്റർ ജംഗ്ഷൻ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് HIEക്ക് സീരീസ് ആയിട്ട് HRE ഇൻറ്റു വി ഔട്ട് ഉണ്ടെന്ന് പറഞ്ഞു. HRE ഇൻറ്റു വി ഔട്ട് നെഗ്ലിജിബിൾ ആണ്, നമ്മളതിനെ നെഗ്ലക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് അപ്പം ഇൻപുട്ട് ഇംപിഡൻസ് ഓഫ് ദി അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ വിത്തൗട്ട് RE ആണെങ്കിൽ എന്നുണ്ടെങ്കിൽ Z in ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് പറയും, ZB ഈസ് ഈക്വൽ ടു HIE എന്ന് പറയും. അതല്ല REയും കൂടെ ഉള്ള സർക്യൂട്ടാണെങ്കിൽ നമ്മൾ എന്ത് കിട്ടും, ZB ഈസ് ഈക്വൽ HIE പ്ലസ് RE ഇൻറ്റു 1 പ്ലസ് HFE എന്ന് കിട്ടും. മൊത്തത്തിലുള്ള Z ഇൻപുട്ട് ആണെങ്കിൽ Z ഇൻപുട്ട് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, R1 പാരലൽ ടു R2 പാരലൽ ടു ZB എന്ന് കിട്ടും. നെക്സ്റ്റ് അടുത്തത് ഔട്ട്പുട്ട് ഇംപിഡൻസ്. ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് ആണ് നമ്മൾ പറയുന്നത് അല്ലേ. ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് നമ്മൾ പറഞ്ഞത് HO എന്ന് പറയും. ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് ആണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഡെറൈവ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ഇംപിഡൻസ് കണ്ടുപിടിക്കും. ഔട്ട്പുട്ട് ഇംപിഡൻസ് എങ്ങനെ കണ്ടുപിടിക്കാം, സിൻസ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് വേരിയേഷൻസ് ഹാസ് little effect upon the input of a common emitter circuit, in order to determine the output impedance we consider only the output section of the transistor amplifier അല്ലേ. അപ്പം ഔട്ട്പുട്ടിന് ഇൻപുട്ടിൽ വലിയ ചേഞ്ചസ് കൊണ്ടുവരാനുള്ള കേപ്പബിലിറ്റി ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ എഫക്റ്റ് ഇൻപുട്ടിൽ വരാത്തതുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുക, ഔട്ട്പുട്ട് ഇംപെഡൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഔട്ട്പുട്ട് സൈഡ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഔട്ട്പുട്ട് സൈഡ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് നോക്കിയേ, ലുക്കിംഗ് ബാക്ക് ഇൻ ദി കളക്ടർ എമിറ്റർ ടെർമിനൽസ് ഓഫ് ദി ട്രാൻസിസ്റ്റർ വി ഹാവ് എന്താണ്, എ ലാർജ് റെസിസ്റ്റൻസ് 1/HOE കണക്റ്റഡ് ഇൻ ദി സർക്യൂട്ട് അല്ലേ. നമുക്ക് ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് അവിടെ നോക്കിയാൽ 1/HOE എന്ന് പറഞ്ഞൊരു ലാർജ് ഇംപിഡൻസ് അല്ലെങ്കിൽ ലാർജ് റെസിസ്റ്റൻസ് ആണ് കണക്ട് ചെയ്യുന്നത്. ദാറ്റ്ഫോർ നമുക്ക് എന്ത് പറയാം, ഔട്ട്പുട്ട് ഇംപിഡൻസ് ഓഫ് ദി
ട്രാൻസിസ്റ്ററിൻ്റെ മാത്രം ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്ന് പറയാം. ദാറ്റ് ഈസ് ZC ഈസ് ഈക്വൽ നമുക്ക് എന്താ പറയാം 1/HOE എന്ന് പറയാം അല്ലേ. 1/HOE ആണ് നമ്മുടെ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. ഇനി ഈ സർക്യൂട്ടിൻ്റെ മൊത്തത്തിലുള്ളതാണെങ്കിലോ അതിന് പാരലായിട്ട് നമുക്ക് എന്തോ കിടപ്പുണ്ട്, RC കിടപ്പുണ്ട് അല്ലേ. ദാറ്റ് ഈസ് 1/HOEക്ക് പാരലായിട്ട് നമ്മൾ RC എന്ന് പറഞ്ഞ കളക്ടർ റെസിസ്റ്റൻസ് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിങ്ങിലുള്ള കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ മൊത്തത്തിലുള്ള ഔട്ട്പുട്ട് ഇമ്പിഡൻസ്, ആ സർക്യൂട്ടിൻ്റെ മൊത്തത്തിലുള്ള ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് Z ഔട്ട് ഈസ് ഈക്വൽ എന്ത് ചെയ്യും 1/HOEക്ക് പാരലായിട്ട് RC കിടപ്പുണ്ട്. ദാറ്റ് ഈസ് 1/HOE പാരലൽ ടു RC. Since 1/HOE is typically 1 mega ohm or so and RC is usually very much less than 1 mega ohm, അതായത് നമ്മൾ 1/HOE പാരലൽ ടു RC ആണ് എടുക്കുന്നത്. ഈ 1/HOE എന്ന് പറയുന്ന വാല്യൂ മെഗാ ഓംസിൽ വരും, പക്ഷേ RC എന്ന് പറയുന്ന വാല്യൂ ഈ മെഗാ ഓംസിലൊന്നുമില്ല, വളരെ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പാരലൽ കോമ്പിനേഷൻ ഓഫ് രണ്ട് റെസിസ്റ്റേഴ്സിൻ്റെ പാരലൽ കോമ്പിനേഷൻ എടുത്താൽ എന്ത് ചെയ്യും, അതിലെ കുറഞ്ഞ റെസിസ്റ്റൻസിനെക്കാട്ടിൽ കുറവായിരിക്കും അതിൻ്റെ പാരലൽ കോമ്പിനേഷൻ്റെ ഈക്വലൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണമായിട്ട് നമുക്ക് ഇവിടെ എന്തോ എടുക്കാം, സിൻസ് 1/HOE is typically 1 mega ohm and RC is usually very much less than 1 mega ohm, the circuit output impedance is approximately equal to എന്തായിരിക്കും, RC ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് Z ഔട്ട് ടോട്ടൽ ഔട്ട് Z ഔട്ട് ഈസ് ഈക്വൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു RC എന്ന് പറയാൻ കാരണം എന്താണ്, 1/HOE എന്ന് പറയുന്ന മെഗാ ഓംസിലും RC എന്ന് പറയുന്ന വളരെ കുറഞ്ഞൊരു വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇംപെഡൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ പാരലൽ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വലൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ സർക്യൂട്ടുള്ള ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിനെക്കാട്ടിൽ കുറവായിരിക്കും അതിൻ്റെ ഇക്വലൻ റെസിസ്റ്റൻസ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഹൈ വാല്യൂ നെഗ്ലക്ട് ചെയ്തിട്ട് Z ഔട്ട് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു RC എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. ദറ്റ് ഈസ് V2/V1 അല്ലെങ്കിൽ V ഔട്ട് ബൈ V ഇൻ ആണ് അല്ലേ. ദറ്റ് ഈസ് AV ഈസ് ഈക്വൽ ടു V ഔട്ട് ബൈ V ഇൻ. V ഔട്ട് എന്ന് പറഞ്ഞാൽ എവിടെയാണ്, RLന് അക്രോസ് വരുന്ന വോൾട്ടേജാണ് V ഔട്ട് അല്ലേ, RLന് അക്രോസ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കാം, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ചെയ്താൽ മതി. അവിടുത്തെ ഇക്വലൻ റെസിസ്റ്റൻസ് നോക്കിയാൽ RLന് പാരലായിട്ട് RCയും കൂടെ കിടപ്പുണ്ട് അല്ലേ. ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ IC ആണ്. ദറ്റ് ഈസ് IC ഇൻറ്റു RC പാരലൽ ടു RL ആണ്. RC പാരലൽ ടു RL നമ്മൾക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതിൻ്റെ ഇക്വലൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇക്വലൻ ഇമ്പിഡൻസ് നമ്മൾ AC ആയതുകൊണ്ട് ZAC എന്ന് പറയും അല്ലേ. IC ഇൻറ്റു ZAC ഡിവൈഡഡ് ബൈ IB ഇൻറ്റു Z ഇൻ എന്ന് പറയും. ആക്ച്വലി കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ മൈനസ് IC ഇൻറ്റു ZAC ഡിവൈഡ് ബൈ IB ഇൻറ്റു Z എന്ന് പറയാം. മൈനസ് അതിന് എന്തിനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് ഇൻപുട്ടിനെ വെച്ച് നോക്കുകയാണെങ്കിൽ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മൈനസ് കൊടുത്തേക്കുന്നത്. ദാറ്റ് ഈസ് അപ്പം വോൾട്ടേജ് ഗെയിൻ AV ഈസ് ഈക്വൽ ടു മൈനസ് IC ഇൻറ്റു ZAC ഡിവൈഡഡ് ബൈ IB ഇൻറ്റു Z ഇൻ. ദാറ്റ് ഈസ് മൈനസ് IC ഇൻറ്റു RC പാരലൽ ടു RL ഡിവൈഡഡ് ബൈ IB ഇൻറ്റു HIE എന്ന് പറയും. അതിന് നമ്മൾ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും, IC നമുക്ക് എങ്ങനെ എഴുതാം, IC ഈസ് ഈക്വൽ നമുക്കറിയാം HFE ഇൻറ്റു IB ആണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ നമുക്ക് എന്ത് ചെയ്യും, മൈനസ് HFE ഇൻറ്റു IB ഇൻറ്റു RC പാരലൽ ടു RL ഡിവൈഡഡ് ബൈ IB ഇൻറ്റു Z ഇൻ എന്ന് വരെ നമുക്കറിയാം എന്താണ്, Z ഇൻ ഈസ് ഈക്വൽ ടു HIE എന്നറിയാം. HIE സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. IB ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, AV ഈസ് ഈക്വൽ ടു മൈനസ് HFE ഡിവൈഡഡ് ബൈ HIE ഇൻറ്റു RC പാരലൽ ടു RL എന്ന് കിട്ടും. ഇതാണ് വോൾട്ടേജ് ഗെയിൻ ഓഫ് എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ സർക്യൂട്ട് യൂസിങ് H പാരാമീറ്റേഴ്സ് മോഡൽ. പിന്നെ മറ്റേതുള്ളതാണെങ്കിലോ REയും കൂടെ ഉള്ള സർക്യൂട്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, V ഇൻ ഈസ് ഈക്വൽ നമുക്കറിയാം എന്താണ്, IB ഇൻറ്റു HIE പ്ലസ് IE RE ആണ്. അതിന് നമ്മൾ IE ഈസ് ഈക്വൽ നമുക്കറിയാം IB പ്ലസ് IC ആണ്. അപ്പോൾ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യും, IB ഇൻറ്റു HIE പ്ലസ് RE ഇൻറ്റു IB പ്ലസ് IC. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു IB ഇൻറ്റു HIE പ്ലസ് RE ഇൻറ്റു IB കോമൺ ആയിട്ട് എടുത്തു. ദാറ്റ് ഈസ് RE ഇൻറ്റു IB ഇൻറ്റു 1 പ്ലസ് HFE എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്മൾ IB കോമൺ ആയിട്ട് IB ഇൻറ്റു HIE പ്ലസ് RE ഇൻറ്റു 1 പ്ലസ് HFE എന്ന് കിട്ടും V ഇൻ. അതേപോലെ തന്നെ അപ്പോൾ വോൾട്ടേജ് ഗെയിൻ നമ്മൾ എന്താണ്, V ഔട്ട് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഗെയിൻ AV ഈസ് ഈക്വൽ ടു V ഔട്ട് ബൈ V ഇൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു V ഔട്ടിന് വരെ നമുക്കറിയാം എന്താണ്, മൈനസ് IC ഇൻറ്റു RC പാരലൽ ടു RL ഡിവൈഡഡ് ബൈ V ഇൻ നമ്മൾ വേണ്ട IB ഇൻറ്റു HIE പ്ലസ് RE ഇൻറ്റു 1 പ്ലസ് HFE എന്ന് കിട്ടും അല്ലേ. അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, മൈനസ് HFE ഇൻറ്റു RC പാരലൽ ടു RL ഡിവൈഡഡ് ബൈ HIE പ്ലസ് RE ഇൻറ്റു 1 പ്ലസ് HFE എന്ന് കിട്ടും. യൂഷ്വലി RE ഇൻറ്റു 1 പ്ലസ് HFE വെരി മച്ച് ഗ്രേറ്റർ ദാൻ HIE ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇക്വേഷൻ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ RE ഇൻറ്റു 1 പ്ലസ് HFE എന്നുള്ള വെരി മച്ച് ഗ്രേറ്റർ ദാൻ HIE എന്ന് പറഞ്ഞുകൊണ്ട് HIE നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും.
പിന്നെ അതേപോലെ തന്നെ RE ഇൻറ്റു 1 പ്ലസ് HFE ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ദാറ്റ് ഈസ് RE പ്ലസ് RE ഇൻറ്റു HFE എന്ന് കിട്ടും. HFE വെരി മച്ച് ലെസ് ദാൻ RE ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ടേം നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, HFE ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് AV ഈസ് ഈക്വൽ ടു മൈനസ് RC പാരലൽ ടു RL ഡിവൈഡഡ് ബൈ RE എന്ന് കിട്ടും അല്ലേ. അതാണ് വോൾട്ടേജ് ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ വെൻ RE ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി സർക്യൂട്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ കറണ്ട് ഗെയിൻ. കറണ്ട് ഗെയിൻ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്, ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട്. അപ്പോൾ കറണ്ട് ഗെയിൻ ഓഫ് ദി ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ ട്രാൻസിസ്റ്റർ ഇൻപുട്ട് കറണ്ട്. ദാറ്റ് ഈസ് AI ഈസ് ഈക്വൽ ടു ട്രാൻസിസ്റ്റർ ഔട്ട്പുട്ട് കറണ്ട് എന്താണ് IC, ഇൻപുട്ട് കറണ്ട് IB ആണ്. ദാറ്റ് ഈസ് AI ഈസ് ഈക്വൽ ടു IC ബൈ IB. IC ബൈ IB ഈസ് ഈക്വൽ നമുക്കറിയാം HFE ആണ് അല്ലേ, ഫോർവേഡ് ട്രാൻസ്ഫർ കറണ്ട് ഗെയിൻ ആണ്. അപ്പം AI ഈസ് ഈക്വൽ ടു IC ബൈ IB എന്ന് കിട്ടും. മൈനസ് IC ബൈ IB ആയിരിക്കും. മൈനസ് സൈൻ കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മൈനസ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ദാറ്റ് ഈസ് AI ഈസ് ഈക്വൽ ടു HFE എന്ന് കിട്ടും. ഇത് ട്രാൻസിസ്റ്ററിൻ്റെ കറണ്ട് ഗെയിനാണ്. സർക്യൂട്ടിൻ്റെ മൊത്തത്തിലുള്ള കറണ്ട് ഗെയിൻ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കേണ്ടി വരും? സർക്യൂട്ടിൻ്റെ മൊത്തത്തിലുള്ള കറണ്ട് ഗെയിൻ ആണെങ്കിൽ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് കറണ്ട്. ദാറ്റ് ഈസ് AI ഈസ് ഈക്വൽ ടു, അതിൽ നമ്മൾ രണ്ട് കേസ് കൺസിഡർ ചെയ്യണം. റെസിസ്റ്റൻസ് ഉള്ളതും ലോഡ് റെസിസ്റ്റൻസ് RL ഉള്ളതും ലോഡ് റെസിസ്റ്റൻസ് RL ഇല്ലാത്തതും. ഫസ്റ്റ് വൺ ലോഡ് റെസിസ്റ്റൻസ് RL ഇല്ലാത്തതാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ AI ഈസ് ഈക്വൽ എന്താ, ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ IC ആണ്. IC ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് IS ആണ്. ദാറ്റ് ഈസ് AI ഈസ് ഈക്വൽ ടു IC ബൈ IS, അല്ലെങ്കിൽ മൈനസ് IC, മൈനസ് ഡയറക്ഷന് വേണ്ടി മാത്രം. ദാറ്റ് ഈസ് IC ബൈ IS എന്ന് കാണിക്കും. IC ബൈ IS എന്ന് കാണിക്കും. IC ഈസ് ഈക്വൽ ടു നമുക്ക് എന്തുവാണ്, IC ഈസ് ഈക്വൽ നമുക്കറിയാം എന്താണ്, HFE ഇൻറ്റു IB ആണ് അല്ലേ. HFE ഇൻറ്റു IB ആണ് IC. അപ്പം IB എങ്ങനെ കണ്ടുപിടിക്കാം? IB എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് പോകുന്ന കറണ്ട്. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് പോകുന്ന കറണ്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു? ഇൻ ടേംസ് ഓഫ് നമ്മൾ IS, നമ്മുടെ ഇൻപുട്ട് കറണ്ട് ISൻ്റെ ടേംസിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് IB എന്ന് പറഞ്ഞാൽ നമ്മൾ സർക്യൂട്ട് ഇക്വലൻറ്റ് സർക്യൂട്ട് നോക്കിയേ, ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് പോകുന്ന കറണ്ട് IB, അതിന് പാരലായിട്ട് ട്രാൻസിസ്റ്റർ അറേഞ്ച്മെൻറ്റ് പാരലായിട്ട് രണ്ട് റെസിസ്റ്റൻസ് R1 R2 കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇക്വലൻറ്റ് നമ്മൾ RB എന്ന് പറയാം. RB ഈസ് ഈക്വൽ ടു R1 പാരലൽ ടു R2 എന്ന് പറയാം. അപ്പം IB ട്രാൻസിസ്റ്ററിലോട്ട് പോകുന്ന കറണ്ട്, ട്രാൻസിസ്റ്ററിൻ്റെ പാരലായിട്ട് നമ്മൾ RB ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ കറണ്ട് ഡിവിഷൻ റൂൾ ഉപയോഗിച്ചാൽ മതിയല്ലോ. അപ്പോൾ ട്രാൻസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? മെയിൻ കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സം ഓഫ് റെസിസ്റ്റൻസ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് IB ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് പറഞ്ഞാൽ പാരലൽ കോൺഫിഗറേഷൻ ഓഫ് R1 R2 ആണ്. അതിന് നമ്മൾ RB എന്ന് പറയുന്നത് RB ഡിവൈഡഡ് ബൈ RB പ്ലസ് ZB. ZB എന്ന് വെച്ചാൽ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് അല്ലേ. ദാറ്റ് ഈസ് RB ഡിവൈഡഡ് ബൈ RB പ്ലസ് ZB ഇൻറ്റു മെയിൻ കറണ്ട്. മെയിൻ കറണ്ട് എന്താണ്? IS. ദാറ്റ് ഈസ് IB ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടി? RB ഡിവൈഡഡ് ബൈ RB പ്ലസ് ZB ഇൻറ്റു IS എന്ന് കിട്ടി. അപ്പോൾ അതിൽ നമുക്ക് IC കണ്ടുപിടിക്കുമല്ലോ. IC ഈസ് ഈക്വൽ ടു HFE ഇൻറ്റു IB ആണ്. ദാറ്റ് ഈസ് IC ഈസ് ഈക്വൽ ടു HFE ഇൻറ്റു IS ഇൻറ്റു RB ഡിവൈഡഡ് ബൈ RB പ്ലസ് ZB എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഗെയിൻ കണ്ടുപിടിക്കുമല്ലോ, IC ബൈ IS ആയിരിക്കുമല്ലോ. ദാറ്റ് ഈസ് IC ബൈ IS ഈസ് ഈക്വൽ ടു നമുക്ക് HFE ഇൻറ്റു IS ഇൻറ്റു RB ഡിവൈഡഡ് ബൈ RB പ്ലസ് ZB ഹോൾ ഡിവൈഡഡ് ബൈ IS. ISും ഈസും ക്യാൻസൽ ആയി പോയി നമുക്ക് എന്ത് കിട്ടും? AI ഈസ് ഈക്വൽ ടു മൈനസ് HFE ഇൻറ്റു RB ഡിവൈഡഡ് ബൈ RB പ്ലസ് ZB എന്ന് കിട്ടും. അത് വിത്തൗട്ട് ലോഡ് റെസിസ്റ്റൻസ് RL ആണ്. ഇനി വേറൊരു കേസ്, അടുത്ത കേസ് എന്ന് വെച്ചാൽ വിത്ത് ലോഡ് റെസിസ്റ്റൻസ് RL. ലോഡ് റെസിസ്റ്റൻസ് RL കൂടെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? IL ആണ്. ICക്ക് പകരം IL ആണ്. അപ്പോൾ IL ആണെങ്കിൽ ഇവിടെയും അതേപോലെ തന്നെ എന്ത് ചെയ്യും? കറണ്ട് ഡിവിഷൻ റൂൾ നോക്കുക. ഈ RL ഏതിന് പാരലായിട്ടിരിക്കുന്നു? RCക്ക് പാരലായിട്ടിരിക്കുന്നു. അപ്പോൾ മെയിൻ കറണ്ട് ഏതാണ്? IC. അപ്പോൾ IC ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ചിൽ RL കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ മെയിൻ കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ച്. ഓപ്പോസിറ്റ് ബ്രാഞ്ച് പറഞ്ഞാൽ ഇവിടെ RC ആണ്. അപ്പോൾ IC ഇൻറ്റു RC ഡിവൈഡഡ് ബൈ RC പ്ലസ് RL ആണ്. അതാണ് നമ്മുടെ IL അല്ലേ. IC ഇൻറ്റു RC ഡിവൈഡഡ് ബൈ RC പ്ലസ് RL. ICയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? മൈനസ് HFE ഇൻറ്റു IS ഇൻറ്റു RB ഡിവൈഡ് ബൈ RB പ്ലസ് ZB. അതെടുത്ത് നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ദാറ്റ് ഈസ് AI ഈസ് ഈക്വൽ ടു IL ബൈ IS. AI ഈസ് ഈക്വൽ ടു IL ബൈ IS ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടും? മൈനസ് HFE ഇൻറ്റു RB ഇൻറ്റു RC ഇൻറ്റു IS ഡിവൈഡഡ് ബൈ RC പ്ലസ് RL ഇൻറ്റു ZB പ്ലസ് RB ഇൻറ്റു IS എന്ന് കിട്ടും. അപ്പോൾ ISും ASും ക്യാൻസൽ ആയി പോയി കഴിയുമ്പോൾ എന്ത് കിട്ടും? AI ഈസ് ഈക്വൽ മൈനസ് HFE ഇൻറ്റു RB ഇൻറ്റു RC ഡിവൈഡഡ് ബൈ RC പ്ലസ് RL ഇൻറ്റു RB പ്ലസ് ZB എന്ന് കിട്ടും. അപ്പോൾ കറണ്ട് ഗെയിനായി. ഓക്കെ,
നെക്സ്റ്റ് എന്താണ് പവർ ഗെയിൻ. പവർ ഗെയിൻ എന്ന് വെച്ചാൽ എന്താണ്? പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും പ്രോഡക്റ്റാണ്. അപ്പോൾ പവർ ഗെയിൻ കണ്ടുപിടിക്കാൻ വേണ്ടി കറണ്ട് ഗെയിൻ ഇൻറ്റു വോൾട്ടേജ് ഗെയിൻ ചെയ്താൽ മതി. ദാറ്റ് ഈസ് എ പി ഈസ് ഈക്വൽ ടു എ വി ഇൻറ്റു എ ഐ ചെയ്യുക. ഓക്കെ, അപ്പം ഇത് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തൊട്ടേ എഴുതി പഠിക്കുക. നമ്മൾ ആദ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കോമൺ എമിറ്റർ കോൺഫിഗറേഷനുള്ള ട്രാൻസിസ്റ്ററിൻ്റെ H പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിങ്ങിലുള്ളൊരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ വരയ്ക്കുക, അതിൻ്റെ ഇക്വലൻസ് സർക്യൂട്ട് വരയ്ക്കുക. ഇത് ചെയ്യുമ്പോഴേ നമ്മൾ RE ഇല്ലാത്ത ഇക്വലൻസ് സർക്യൂട്ട് വരച്ചെങ്കിൽ ചെയ്യുന്നതായിരിക്കും എളുപ്പം. RE ഇല്ലാത്തത് ചെയ്താൽ മതി. യൂഷ്വലി പ്രോബ്ലംസും RE ഇല്ലാത്തത് തന്നെ ആയിരിക്കും വരുന്നത്. REക്ക് എക്രോസ് എന്തായാലും നമ്മൾ CE കൊടുക്കാറുണ്ട്, പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിങ് CE കൊടുക്കാറുണ്ട്. പിന്നെ പഠിക്കുമ്പോൾ രണ്ടും പഠിച്ചു വെച്ചേക്കുക, വിത്ത് സിയും വിത്തൗട്ട് സിയും പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഈ കോമൺ എമിറ്റർ ഇക്വലൻസ് സർക്യൂട്ട് AC ഇക്വലൻസ് സർക്യൂട്ട് വരയ്ക്കുക. AC ഇക്വലൻസ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ RE കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ അതിന് ബൈപ്പാസായിട്ട് CE കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻ കേസ് CE ഇല്ലാത്ത സർക്യൂട്ട് ആണെങ്കിൽ മാത്രം നമ്മൾ അവിടെ RE കാണിച്ചാൽ മതി. അപ്പോൾ AC ഇക്വലൻസ് സർക്യൂട്ട് വരയ്ക്കുക. AC ഇക്വലൻസ് സർക്യൂട്ട് വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? AC ഇക്വലൻസ് സർക്യൂട്ടിൻ്റെ അകത്ത് ആ ട്രാൻസിസ്റ്ററിൻ്റെ പോർഷനെ മാറ്റി നമ്മൾ 2 പോർട്ട് നെറ്റ്വർക്കിൻ്റെ ഇക്വലൻസ് സർക്യൂട്ട് എടുത്ത് വെക്കുക. 2 പോർട്ട് നെറ്റ്വർക്കിൻ്റെ ഇക്വലൻസ് സർക്യൂട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഹൈബ്രിഡ് പാരാമീറ്റർ മോഡൽ അല്ലെങ്കിൽ H പാരാമീറ്റർ മോഡൽ ഓഫ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഇൻ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിങ് കിട്ടും. അത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? ഇൻപുട്ട് ഇമ്പിഡൻസ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ്, കറണ്ട് ഗെയിൻ, വോൾട്ടേജ് ഗെയിൻ, പവർ ഗെയിൻ. ഈ 5 കാര്യങ്ങൾ കണ്ടുപിടിക്കാം. ഇൻപുട്ട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ്? ഇൻപുട്ട് ഇമ്പിഡൻസ് നമ്മൾ ZIN കണ്ടുപിടിക്കുക. ZIN ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? ZIN ഈസ് ഈക്വൽ ടു നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ട് സെക്ഷനിലോട്ട്, ദാറ്റ് ഈസ് ബേസ് എമിറ്റർ സെക്ഷനിലോട്ട് നോക്കുകയാണെങ്കിൽ ZIN ഈസ് ഈക്വൽ ടു എന്താണ്? ട്രാൻസിസ്റ്ററിൻ്റെ HIE തന്നെയാണ് അല്ലേ. ദാറ്റ് ZIN ഈസ് ഈക്വൽ നമ്മൾ ഇക്വലൻസ് സർക്യൂട്ട് നോക്കി H പാരാമീറ്റർ മോഡൽ നോക്കി ZIN നമ്മൾ നോക്കുകയാണെങ്കിൽ HIE പ്ലസ് HRE ഇൻറ്റു വി ഔട്ട് എന്ന് പറഞ്ഞൊരു സോഴ്സാണ്. അപ്പോൾ HRE ഇൻറ്റു വി ഔട്ട് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അപ്പം ZIN ഈസ് ഈക്വൽ ടു HIE തന്നെ കിട്ടും. അത് ട്രാൻസിസ്റ്ററിൻ്റെ മാത്രം ZIN ബേസ് ഈസ് ഈക്വൽ ടു HIE എന്ന് കിട്ടും. ഇനി RE ഉള്ളതും കൂടെ ആണെങ്കിൽ നമ്മൾ എന്ത് കിട്ടും? ZIN ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? R1 പാരലൽ ടു R2 പാരലൽ ടു ZB എന്ന് കിട്ടും. നെക്സ്റ്റ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുക, ഔട്ട്പുട്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ഇരിക്കുന്നത്? ട്രാൻസിസ്റ്ററിനെ മാത്രം നോക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് സൈഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 1/HOE എന്ന് പറഞ്ഞൊരു വലിയൊരു റെസിസ്റ്റൻസ്, 1/HOE എന്ന് പറഞ്ഞ വലിയൊരു ഇമ്പിഡൻസ് അവിടെ കിടക്കുന്നത്. ദാറ്റ് ഈസ് ട്രാൻസിസ്റ്ററിനെ മാത്രം ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ZC ഈസ് ഈക്വൽ 1/HOE ആയിരിക്കും. സർക്യൂട്ടിൻ്റെ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിന് പാരലായിട്ട് ഒരു റെസിസ്റ്റൻസ് RCയും കൂടെ കിടപ്പുണ്ട്. ദാറ്റ് ഈസ് 1/HOE പാരലൽ ടു RC ആയിരിക്കും ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. 1/HOE എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഹൈ റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു, പക്ഷേ RC എന്ന് പറഞ്ഞാൽ അത് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വലിയ റെസിസ്റ്റൻസും കൊച്ചു റെസിസ്റ്റൻസും പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കൊച്ചു റെസിസ്റ്റൻസിനെക്കാട്ടിൽ കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് Z ഔട്ട് ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു RC നമുക്ക് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസ് ആയി, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആയി. ഇനി നമുക്കുള്ള വോൾട്ടേജ് ഗെയിൻ. വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. ഫസ്റ്റ് കേസ് ട്രാൻസിസ്റ്ററിനെ നോക്കുകയാണെങ്കിൽ വി ഔട്ട് ബൈ വി ഇൻ ആണ്. വി ഔട്ട് ഈസ് ഈക്വൽ നമുക്കറിയാം എന്താണ്? IC ഇൻറ്റു ZAC ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ IB ഇൻറ്റു ZIN ആണ് അല്ലേ. നമുക്ക് ZAC എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് സൈഡിലെ റെസിസ്റ്റൻസിൻ്റെ ഇക്വലൻ റെസിസ്റ്റൻസ് ആണ്. ZAC എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് എന്തൊക്കെയുണ്ട്? RC ഉണ്ട്, RL ഉണ്ട് അല്ലേ. ദാറ്റ് ZAC ഈസ് ഈക്വൽ RC പാരലൽ ടു RL ആണ്. അവിടെ വാല്യൂസ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പിന്നെ ICക്ക് പകരം നമ്മൾ IB ഇൻറ്റു HFE സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? AV ഈസ് ഈക്വൽ മൈനസ് HFE ബൈ HIE ഇൻറ്റു RC പാരലൽ ടു RL എന്ന് കിട്ടും. ഇത് വോൾട്ടേജ് ഗെയിന് വിത്തൗട്ട് റെസിസ്റ്റൻസ് RE ഉള്ള RE ഇല്ലാത്ത ഇക്വലൻ സർക്യൂട്ട് വെച്ച്. ഇനി RE ഉള്ളതാണെങ്കിലോ അതും കൂടെ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചേക്കുക. ദാറ്റ് ഈസ് AV ഈസ് ഈക്വൽ ടു മൈനസ് RC പാരലൽ ടു RL ഡിവൈഡഡ് ബൈ RE എന്ന് കിട്ടും. ഇനി അതേപോലെ തന്നെ കറണ്ട് ഗെയിൻ ആണെങ്കിലോ ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. ട്രാൻസിസ്റ്ററിൻ്റെ മാത്രം നോക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് കറണ്ട് ICയും ഇൻപുട്ട് കറണ്ട് IB ആണ്. ദാറ്റ് ഈസ് IC ബൈ IB ദാറ്റ് ഈസ് ഈക്വൽ ടു HFE ആയിരിക്കും. അതല്ല സർക്യൂട്ടിൻ്റെ മൊത്തത്തിലാണ് നോക്കുന്നതെങ്കിൽ IL ബൈ IS ചെയ്യേണ്ടി വരും. ILഉം ISഉം നമ്മൾ RL റെസിസ്റ്റൻസ് ഉള്ളതും ഇല്ലാത്തതും വെച്ച് കണ്ടുപിടിക്കാം. RL ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് ഗെയിൻ AI ഈസ് ഈക്വൽ ടു മൈനസ് HFE ഇൻറ്റു RB ഡിവൈഡ് ബൈ RB പ്ലസ് ZB എന്ന് കിട്ടും. RLഉം കൂടെ ഉള്ള സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ മൈനസ് HFE ഇൻറ്റു RB ഇൻറ്റു RC ഡിവൈഡ് ബൈ RC പ്ലസ് RL ഇൻറ്റു RB പ്ലസ് ZB എന്ന് കിട്ടും. പവർ ഗെയിൻ കിട്ടാൻ വേണ്ടി വോൾട്ടേജ് ഗെയിനും കറണ്ട് ഗെയിനും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. യൂഷ്വലി നമ്മൾ ഇക്വലൻ സർക്യൂട്ട് വിത്തൗട്ട് RA കൺസിഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ അത് മാത്രം പഠിച്ചാൽ മതി. രണ്ടും കൂടെ കാണിച്ച് നമ്മൾ എഴുതാനൊക്കെ പോയി കഴിഞ്ഞാൽ സമയം കുറച്ചുകൂടെ പോകും. അതുകൊണ്ട് കോമൺ എമിറ്റർ ആംപ്ലിഫയർ H പാരാമീറ്റർ ഇക്വലൻ സർക്യൂട്ട് വിത്തൗട്ട് RA മാത്രം പഠിച്ചു പോവുക. വിത്ത് RA നമ്മൾ മനസ്സിലിരുന്നാൽ മതി. ഏതെങ്കിലും പ്രോബ്ലത്തിൽ വന്നാൽ, യൂഷ്വലി അങ്ങനെ വരാറില്ല, പ്രോബ്ലത്തിൽ വന്നാൽ മാത്രം എടുത്ത് യൂസ് ചെയ്യുക. ഡിറൈവ് ചെയ്യുമ്പോൾ കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ.